ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലങ്ങളിലേക്ക് ഒരു യാത്ര പോവാട്ടോ. വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ട്രെയിനാട്ടോ കാണുന്നേ. പിന്നെയും ഞാൻ പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇത് അമ്പലത്തിന്റെ അവിടെ ചെന്നേ. അമ്പലത്തിന്റെ അവിടെ ചെന്നപ്പോൾ ആദ്യം കുളമാണ് കാണുന്നത്. കുളത്തിലൊക്കെ ഇറങ്ങിട്ടോ. കുളത്തിൽ ഇറങ്ങിയ ശേഷമാണ് പിന്നെ അമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ അമ്പലത്തിലും, അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലോട്ട് കയറുക. അമ്പലത്തിലോട്ട് കയറണമെങ്കിൽ കുറേ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. മാമാട്ടിയൊക്കെ ഉണ്ടായിരുന്നു. മാമാട്ടി ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് ചേച്ചിയൊക്കെ പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. അതുകൊണ്ട് അവരെ കാണാത്തെ. പിന്നെ അവിടെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. ബീച്ചിൽ പോയപ്പോൾ ഞങ്ങൾ ഓർത്ത് മാമാട്ടിയെ കൊണ്ടുപോകണമെന്ന്. മാമാട്ടി ഭയങ്കര കരച്ചിലും കൊച്ചിന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൊണ്ടുപോയില്ല. അത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ശിവഗിരിയിലോട്ട് പോകാട്ടോ. ശിവഗിരി ചെന്നപ്പോൾ ഭയങ്കര ശാന്തതയും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിരിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാട്ടോ. ഭയങ്കര സമാധാനമൊക്കെ തോന്നും. അത് കഴിഞ്ഞ് മാമാട്ടിക്ക് ചോറ് കൊടുക്കുകയാണേ. ചോറ് കൊടുക്കുമ്പോൾ ഭയങ്കര ബഹളമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലങ്ങളിലേക്ക് ഒരു യാത്ര പോവാട്ടോ. വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ട്രെയിനാട്ടോ കാണുന്നേ. പിന്നെയും ഞാൻ പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇത് അമ്പലത്തിന്റെ അവിടെ ചെന്നേ. അമ്പലത്തിന്റെ അവിടെ ചെന്നപ്പോൾ ആദ്യം കുളമാണ് കാണുന്നത്. കുളത്തിലൊക്കെ ഇറങ്ങി കേട്ടോ. കുളത്തിൽ ഇറങ്ങിയ ശേഷമാണ് പിന്നെ അമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ അമ്പലത്തിലും, അങ്ങനെയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അത് കഴിഞ്ഞ് പിന്നെ